നമ്മളൊരു തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കൈപ്പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് 10-15 കൊച്ചുള്ളിയും ഒരു 3-4 സവാളയും കൂടി അരിഞ്ഞതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത്. ഏതൊരു കറി ആയാലും വിറകടുപ്പിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവുമാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മുടെ ചിക്കനും അതിനകത്ത് കിടന്ന് വേവാനുള്ള രീതിയിൽ മുങ്ങിക്കിടന്ന് വേവണം. എപ്പോഴും ഏത് മീറ്റ് നമ്മൾ കറി വെച്ചാലും അത് ജസ്റ്റ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നാടൻ കോഴിയാണ്, അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇനി കറി ഈ അടുപ്പിലിരുന്ന് തന്നെ അങ്ങ് പറ്റി കുറുകി വരും കേട്ടോ. അപ്പോഴാണ് ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി, മീൻ കറി ഒക്കെ ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച അടിപൊളി ചിക്കൻ കറി കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.